ഈശോ വരുന്നുണ്ട് എന്ന് അകലെ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ആ അന്ധയാചകൻ എന്താ വിളിച്ചു പറഞ്ഞത്? ഈശോയെ ഈശോയെ. നിലയ്ക്കാത്ത ശബ്ദം, നിർത്താത്ത സ്വരം. അത് കേട്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അവനെ അങ്ങ് വിളിക്ക്, അവൻ ഇരിക്കുന്നിടത്തുനിന്ന് അവനെ വിളിച്ചോണ്ട് പോവാ. ഉടനെ കൂടെ നിന്നവർ ഓടി, എടാ എഴുന്നേക്കടാ, എന്താ നിന്നെ ഈശോ വിളിക്കുന്നു, എഴുന്നേക്ക്. അവനെ പുറം കുപ്പായെല്ലാം വലിച്ചു ദൂരെ എറിയാൻ കാരണം എന്താ? അവന്റെ പുറം കുപ്പായം പാപത്തിന്റെ കുപ്പായമാണ്, അശുദ്ധിയുടെ കുപ്പായമാണ്, അല്ലേ? അതല്ല വെറുപ്പിന്റെ കുപ്പായമാണ്. അതെല്ലാം ദൂരെ എറിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈശോ എന്ന നാമത്തിന്റെ ശക്തി അവനിലേക്ക് കടന്നു വന്നപ്പോൾ ആ പുറംകുപ്പായം വലിച്ചെറിയാനുള്ള അഭിഷേകം കർത്താവ് കൊടുക്കുകയാണ്. അവൻ ഇരുന്നത് പാപത്തിന്റെ അവസ്ഥയിലാണ്, നിരാശയുടെ അവസ്ഥയിലാണ്, വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. അവൻ എഴുന്നേക്ക്, ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, പാപമാണോ, അതേപോലെ പ്രത്യാശയില്ലാത്ത അവസ്ഥയാണോ, വിശ്വാസമില്ലാത്ത സാഹചര്യമാണോ, രോഗമാണോ, തകർച്ചയാണോ, ക്ഷീണമാണോ, ഒന്നും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റാൽ ഈശോയാണ് വിളിക്കുന്നത്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ക്ഷീണം മാറി, അസ്വസ്ഥത മാറി, കൃപ കിട്ടി, നമുക്ക് എല്ലാ തരത്തിലുള്ള അഭിഷേകമായി. ഇതാണ് ജ്ഞാനം. ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങൾ തുറന്ന് സന്തോഷത്തോടെ പാടുന്നു. കൈത്താളങ്ങൾ അടിച്ച് സർവശക്തിയോടെ തമ്പുരാനെ സ്തുതിക്കട്ടെ. അധരങ്ങളിൽ നിന്ന് സ്വരം ഉയരട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ ഈ ദിനം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു. വലിയ ശക്തിയോടെ എല്ലാവരും സ്തുതിച്ചു പാടട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്തിന്റെ ദിനം, വലിയ അഭിഷേകത്തിന്റെ മണിക്കൂറുകളാണ് ഈ ആലയത്തിലെ. കർത്താവിന്റെ വലിയ സ്നേഹം, വലിയ കൃപ ഒഴുകുന്ന സമയമാണ്. വലിയ അഭിഷേകം ഒഴുകുന്ന നിമിഷങ്ങളാണ് ഈ പ്രഭാതം മുതല് ഈ സമയം വരെ. കർത്താവ് നമ്മളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കരമടിച്ച് പ്രാർത്ഥിക്കുന്നു. ഗായകനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. എന്നെ നിന്റേതാക്കിടും വൻ കൃപ, എന്നെ ശക്തനാക്കിടും നിൻ കൃപ, എന്നെ നിന്റേതാക്കിടും വൻ കൃപ. എന്റെ ആത്മാവിനെ വെണ്മയുള്ളതാക്കണേ, കൃപ നിറഞ്ഞ ദൈവ പൈതലാക്കിടേണേ. എന്റെ ആത്മാവിനെ വെണ്മയുള്ളതാക്കണേ, സർവ്വജീവജാലങ്ങളും അവിടുത്തെ കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ സർവ്വജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സമയം നമ്മൾ സ്തുതിക്കുന്ന സമയമാണ്. കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന സമയമാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ മേലേക്ക് നിന്റെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയ ശക്തിയോടെ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ഈ സമയം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. അധരങ്ങൾ തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഗായകനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തകനോട് ചേർന്ന് നമ്മൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളിലേക്ക് നിന്റെ കൃപ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഒച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തിന്റെ ശക്തിയാ ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെ ചുറ്റും, ഈ ആലയത്തിലായിരിക്കും ഞങ്ങളുടെ മേലേക്ക് കർത്താവേ അവിടുത്തെ വൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈശോയെ, ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടെ വന്ന് കർത്താവേ നിന്റെ ഈ ആലയത്തിൽ വന്ന് വചനം കേൾക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ കർത്താവേ എനിക്ക് നൽകിയ ഈ കൃപ, ഈ നിമിഷത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. സ്വരത്തിൽ സ്തുതിക്കുന്നു. പോരാ, സ്വരം ഉയരട്ടെ. ഈശോയെ ചങ്ങുപൊട്ടി വിളിക്കട്ടെ. ദൈവജനം വിളിക്കട്ടെ. ആല
അഭിഷേകം ഒഴുകുന്ന സമയമോ, കൃപയുടെ സമയമായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് വചനത്തിന്റെ വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവജനമേ, ദൈവമക്കളെ സ്വർഗ്ഗത്തോട് ചേർന്ന് സ്തുതിക്കുന്ന സമയമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകുന്ന സമയമാ, കൃപയുടെ സമയമാ. സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മളിലേക്ക് അഭിഷേകത്തിന്റെ കൃപ 100 ഇരട്ടി ദൈവം ചൊരിയുന്ന സമയമായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പൂർണ്ണമായിട്ട് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവേ. വചനത്തിൻ്റെ വിത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കപ്പെടണമേ. ഞങ്ങളുടെ ഈ ഹൃദയങ്ങളിൽ വിതച്ച വിത്തുകൾ 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കുന്ന മുളകളായി മാറാൻ കർത്താവേ നീ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും പൂർണ്ണമായിട്ടും പരിശുദ്ധ ത്രിത്വത്തിന് നമുക്ക് സമർപ്പിക്കാം. ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ത്രിത്വത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, പുത്രനായ ഈശോയെ നമുക്ക് ആരാധിക്കാം, പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ത്രിയേക ദൈവത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പാടാം. പിതാവാം ദൈവത്തിന് ആരാധന. കണ്ണുകളടച്ച് ശാന്തമായി സ്വരമുയർത്തി. പിതാവാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിതാവാം ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, സ്വരമുയർത്തി ശബ്ദമുയർത്തി. പുത്രനാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ ശക്തിയും കഴിവും ആരോഗ്യവും എല്ലാം എടുത്ത് ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ നമ്മുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. ഉണ്ണിയേശുവുമായ അമ്മ നമ്മുടെ അടുക്കലുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂഫ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരം നീട്ടി നമുക്ക് ഈശോയ്ക്ക് നല്ലൊരു സ്തുതി കൊടുക്കാമോ? അത്ര ശരിയായില്ലെന്ന് ഉച്ചത്തിൽ സ്വരമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലും ശക്തിയോടെ ഞാൻ ഈ കരം താഴ്ത്തി പിടിക്കുമ്പോഴേ നിങ്ങൾ ഈശോയെ എന്നുള്ള വിളി നിർത്താവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ നിർത്തുക. നിങ്ങൾ കരങ്ങൾ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഈ ദേശങ്ങളിലേക്കും ദേശാന്തരങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഇവിടെ കവിഞ്ഞൊഴുകട്ടെ. യേശു നാമത്തിന്റെ അത്ഭുത കൃപ ഇപ്പോൾ ഇവിടെ നിറയട്ടെ. രോഗികൾ, പാപികൾ, ആകുലർ, പലതരത്തിൽ അസ്വസ്ഥരായിരിക്കുന്നവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ, വേദനിക്കുന്നവർ, നൊമ്പരപ്പെടുന്നവർ, തകർന്ന ഹൃദയമുള്ളവർ, കൈകാലുകൾക്ക് ബലമില്ലാത്തവർ, മനസ്സിന് ശക്തിയില്ലാത്തവർ, പീഡിപ്പിക്ക
പീഡിക്കപ്പെടുന്നവർ, ഞെരുക്കപ്പെടുന്നവർ, അശക്തരായവർ, കർത്താവേ ഈശോയുടെ സ്നേഹം ഏറ്റുവാങ്ങി ദാഹിച്ച് കടന്നു വന്നിരിക്കുന്നവർ, ഈശോയിൽ ആശ്രയിക്കുന്നവർ, ചെറിയവരും വലിയവരും, രോഗികളായി ഭവനത്തിൽ കിടക്കുന്നവർ, രോഗികളായി ഇവിടെ വന്നിരിക്കുന്നവർ, എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അത്യുന്നത ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി, കൃപയുടെ ശക്തി, പ്രത്യാശയുടെ ശക്തി, സഹനത്തിൻ്റെ ശക്തി, രക്ഷയുടെ ശക്തി, വലിയ സമർപ്പണത്തിൻ്റെ ശക്തി, ദൈവ സ്നേഹത്തിൻ്റെ ശക്തി ഇതാ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിക്കട്ടെ, ശബ്ദമുയർത്തി വിളിക്കട്ടെ. ആരും തളരരുത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്നാണ് ഏക രക്ഷകൻ, അവിടുന്നാണ് ഏക കർത്താവ്, അവിടുന്നാണ് വിമോചകൻ, അവിടുന്നാണ് എനിക്ക് വിടുതൽ നൽകുന്നവൻ, അവിടുന്നാണ് എന്നെ സംരക്ഷിക്കുന്നവൻ, അവിടുന്നാണ് എന്നെ ശക്തിപ്പെടുത്തുന്നവൻ, അവിടുന്ന് അത്യുന്നതനാണ്, അവിടുന്ന് ദൈവമാണ്. ഈ ഒരു വലിയ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി സ്വരമുയർത്തി വിളിച്ച് ഈശോയേ. സൗഖ്യങ്ങൾ സംഭവിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു. യേശു നാമത്തിന്റെ വലിയ കൃപ ഒഴുകുന്നു. ആത്മാവിൽ ദരിദ്രരായവരെ ഈശോ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. ശക്തിയും ബലവും നൽകുന്നു. വിശ്വാസത്തിന്റെ കൃപ ഒഴുകുന്നു. ഈശോയേന്ന് നിലയ്ക്കാതെയുള്ള വിളി ഈ ദേശാന്തരങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ മക്കളെ, രോഗികളായവരെ, അടുത്തുള്ള ഹോസ്പിറ്റലുകൾ രോഗികളായി കിടക്കുന്നവരെ എല്ലാം സൗഖ്യപ്പെടുത്തുന്ന ഒരു ശക്തി, ഈശോയുടെ ശക്തി, ദൈവത്തിന്റെ ശക്തി, രക്ഷകന്റെ ശക്തി, ഏകദൈവമായ ഈശോയുടെ ശക്തി ഇതാ ലോകം മുഴുവനിലേക്ക് വ്യാപിക്കുന്ന സമയമാണ്. സ്വരമുയർത്തി വിളിച്ച് ഈശോയെ. കൃപയൊഴുകുന്നു. അനേകർ സൗഖ്യം പ്രാപിക്കുന്നു. അനേകരിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകുന്നു. പ്രാർത്ഥിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കുന്നു, അടഞ്ഞിരിക്കുന്ന അധരങ്ങൾ തുറക്കുന്നു, അടഞ്ഞിരിക്കുന്ന കാതുകൾ തുറക്കുന്നു. എഫാത്ത തുറക്കപ്പെടട്ടെ. ദൈവശക്തി ആവരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ ചിന്തകൾ കർത്താവെ വിട്ടുമാറട്ടെ. പാപത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ. ഈശോയുടെ രക്ഷയുടെ അനുഭവം ഉണ്ടാകട്ടെ. വലിയ വിടുതൽ ലഭിക്കട്ടെ. വിമോചനത്തിന്റെ കൃപ ലഭിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കട്ടെ. ദൈവ മഹത്വം ലഭിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ. വലിയ അത്ഭുത ശക്തി ഇപ്പോൾ ഈ ഭവനത്തിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. വിളിക്കട്ടെ. ഇതാ ഉദ്ധിതനായ ഈശോ അടുത്തോടെ കടന്നു വരുന്നു. ഇതാ ഉത്ഥാനം ചെയ്ത ഈശോ അടുത്തിലൂടെ കടന്നു വരുന്നു. ഓരോരുത്തർക്ക് ആവശ്യമായ കൃപകൾ ഒഴുക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. ആര് ശബ്ദം താഴ്ത്തിക്കളയാതെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കട്ടെ. കണ്ണുനീരോടെ വിളിക്കട്ടെ. എൻ്റെ വിളി ഒരു നിലവിളിയായിട്ട് മാറട്ടെ. എൻ്റെ കരച്ചിൽ ഒരു നിലവിളിയായിട്ടുള്ള കരച്ചിലായിട്ട് മാറട്ടെ. അത്ഭുത ശക്തി മുടന്തരും ചെകിടരും പാപികളും രോഗികളും അസ്വസ്ഥരും എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തി. ഈശോയുടെ അടുത്തു നിന്ന് ആരും നിരാശരായി കടന്നുപോയില്ല. ഇതാ ഇപ്പോൾ ഈശോയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ ദൈവ മക്കളിലേക്ക് ജാതിമത ഭേദമെന്നേ അവിടുന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, കൃപകൾ ചൊരിയുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇത് കരം ഉയർത്തി ശക്തിയോടെ വിളിക്കുന്നു. യേശുവേ. ശക്തിയുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശുവേ ആരാധന. യേശുവേ നന്ദി. ശക്തിയോടെ കരമടിച്ച് ആണോ? സന്തോഷമാണോ? സംതൃപ്തിയുണ്ടോ? സമാധാനമുണ്ടോ? ആനന്ദമുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഗ്രൂപ്പിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നമ്മൾക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ ഒരു വചനം നൽകി. ആ വചനം ഇതാണ്. സുഭാഷിതം 2-ാം അധ്യായം അതിൻ്റെ 2-3 തിരുവചനമാണ്. സുഭാഷിതം 2-ാം അധ്യായം അതിൻ്റെ 2-3 തിരുവചനങ്ങളാണ്. അവിടെ വചനം പറയുന്ന ഇതാണ്. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുക. ഒന്ന് പറയാമോ? നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുക. അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക.
പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക. അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. ഇവിടെ എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത്? ജ്ഞാനത്തിന് നീ ചെവി കൊടുക്കണം എന്ന് പറഞ്ഞ്, ജ്ഞാനത്തിന് ഞാൻ ചെവി കൊടുക്കണം. അറിവിൻ്റെ നേരെ എൻ്റെ ഹൃദയം ചായ്ച്ചു പിടിക്കണം. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കണം. അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കണം. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്? ജ്ഞാനമാരാ? ദൈവമാണ്, ഈശോയാണ് ജ്ഞാനം, അല്ലേ? വചനമാണ് ജ്ഞാനം. അങ്ങനെയെങ്കിൽ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി എൻ്റെ ചെവി കൊടുക്കണം. ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെവി, നമ്മുടെ കാത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? പ്രഭാതത്തിൽ ഉണർന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും കയ്യിലൊരു സാധനമുണ്ട്, അല്ലേ? അത് നമ്മൾ നോക്കും. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സാജു അച്ഛൻ പറഞ്ഞു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പൂവണ്ണത്തിലച്ഛൻ നമ്മളോട് പറയുകയുണ്ടായി, 40 ദിവസത്തെ ശുശ്രൂഷ. 40 ദിവസം. ഇന്ന് 1-ാം ദിവസമാണ്. ഇന്നലെ തുടക്കമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ വായിക്കുമ്പോൾ ആ കൃപ നമ്മൾ സ്വീകരിക്കുക മാത്രമല്ല, ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ചെവി കൊടുക്കുകയാണ്, ജ്ഞാനം നിറയാൻ വേണ്ടിയിട്ട്. അതുതന്നെയല്ല, എൻ്റെ ഹൃദയം എന്തിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുക? എൻ്റെ ഹൃദയം മാറ്റിവെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിവിന് വേണ്ടി ഹൃദയം മാറ്റിവെക്കുകയാണ്. അത് മാത്രമല്ല, പൊരുളറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ പൊരുളറിയുക എന്ന് പറഞ്ഞാൽ ഏത് പൊരുളാണ്? ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ. ഇനി ഈ ആത്മീയ കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ അറിയുന്നത്? അപ്പോൾ പൊരുളറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പൊരുളറിയേണ്ടത്. ആത്മീയ ദർശനമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അത് മാത്രമല്ല, വീണ്ടും അവിടെ വചനം പറയുകയാണ്, നമ്മൾ വിളിച്ചപേക്ഷിക്കണം. എന്തിനു വേണ്ടിയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് നമ്മൾ നോക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും, കഴിഞ്ഞ തലമുറയിലും ഇപ്പോഴുള്ള തലമുറയിലും വരാനിരിക്കുന്ന മുഴുവൻ തലമുറയ്ക്കും ആവശ്യമായതാണ് ജ്ഞാനം, വിജ്ഞാനം, വിസ്ഡം, അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ജ്ഞാനം കുറയുന്നതാണ് കുടുംബത്തിൻ്റെ പ്രശ്നം, സഭാധികാരികളുടെ പ്രശ്നം, സഭയുടെ പ്രശ്നം, രാഷ്ട്രത്തിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ യുവതീ-യുവാക്കന്മാരുടെ പ്രശ്നം, മാതാപിതാക്കളുടെ പ്രശ്നം. ഇതെല്ലാം എന്താ ഇന്ന് നമ്മളെ വിളിച്ച് കാണിച്ചു തരുന്നത്? ജ്ഞാനമുള്ള വ്യക്തികൾ കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം എടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഇതേക്കുറിച്ച് ഇന്ന് പറയണം. ജ്ഞാനത്തിന് വേണ്ടി ആരൊക്കെയാണ് പരിശ്രമിക്കേണ്ടത്? ഉദരത്തിൽ കിടക്കുന്ന ശിശു ഉൾപ്പെടെ, ജനിച്ചു വീഴുന്ന കുട്ടികൾ, ബാലിന്മാർ, കൗമാര പ്രായക്കാർ, അതുപോലെ തന്നെ യുവതീ-യുവാക്കന്മാർ, മധ്യവയസ്കർ, പ്രായമായവർ, മരിക്കാൻ വേണ്ടി കട്ടിലിൽ കിടക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനം ദൈവമാണ്, ജ്ഞാനം സ്നേഹമാണ്. ജ്ഞാനത്തിൻ്റെ വില വേറൊന്നിനും മറ്റുള്ളവരുടെ വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും വിലപ്പെട്ടതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കും തോറും ഈ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ഇപ്പം ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവിക സത്യം നിറയും, ദൈവിക ജ്ഞാനം നിറയും, ദൈവിക കൃപ നിറയും, വിശ്വാസം നിറയും, സ്നേഹം നിറയും, പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിറയും, പ്രത്യാശ നിറയും. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് വിലയിരുത്തുവാനുള്ള ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് എനിക്ക് നൽകും. ഇപ്പോൾ കുടുംബം ഒരുമിച്ച്, മാതാപിതാക്കൾ, മക്കൾ ഒരുമിച്ച് ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ വലിയൊരു കൃപയാണ് ലഭിക്കുക. അതുകൊണ്ട് ഇന്ന് ഏത് കാര്യം തീരുമാനമെടുക്കുമ്പോഴും വചനം വായിച്ച് ഈശോയുടെ ആലോചന ചോദിച്ച് ജീവിക്കുന്ന ഒരു മക്കളാണെങ്കിൽ, ഒരു കുടുംബമാണെങ്കിൽ, മാതാപിതാക്കളാണെങ്കിൽ അവിടെ തെറ്റുപറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ജ്ഞാനികളുടെ എണ്ണം കുറയുകയാണ്. നമുക്ക് വേണ്ടത് ജ്ഞാനത്തിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ട് പൊരുളറിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കണം. ഹൃദയം നിറയെ ജ്ഞാനം, മനസ്സ് നിറയെ ജ്ഞാനം, ചിന്ത നിറയെ ജ്ഞാനം, അതുപോലെ തന്നെ നമ്മുടെ ഭാവന നിറയെ അറിവിൻ്റെ കൃപകൾ. ഇത് മുഴുവൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് വലിയൊരു അഭിഷേകം നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ഈ അൾത്താരയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19 വർഷം പിന്നിടുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ആയിരിക്കുക. എത്രയോ
അനുഗ്രഹങ്ങൾ, അതായത് ദൈവത്തിന് മാത്രം നൽകാൻ സാധിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഒരൾത്താരയിലാണ് ഇപ്പോൾ ആയിരിക്കുക. ആ ഭവനത്തിലാണ് നമ്മളും ഇവിടെ ആയിരിക്കുക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചിരുന്ന അനേകം ദമ്പതികൾക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്ത അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ തീരാ വ്യാധികളിൽ നിന്ന് കർത്താവ് സുഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായി എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഏറ്റുവാങ്ങിയ നടന്ന ഒരു സ്ഥലത്താണ് നമ്മളിവിടെ ആയിരിക്കുക. 2 കരവും ഉയർത്തിരുന്ന് വിളിച്ച് ഈശോയേ അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പണ്ട് കാലത്ത് ഘട്ടത്തിൽ ഇന്നലെ വരെ ഇവിടെ നടന്ന അഭിഷേകത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, അടയാളങ്ങളുടെ കൃപ, ജ്ഞാനത്തിൻ്റെ കൃപ, പൊരുളറിയാനുള്ള കൃപ, അറിവിൻ്റെ കൃപ കർത്താവേ ഇപ്പോൾ ഈ ദാസന്മാരിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രത്യേകം ഓർക്കുന്നൊരു സംഭവമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം, എല്ലാ വർഷവും നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടാലിച്ചൻ്റെ നേതൃത്വത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടത്തും. 2 ദിവസം 3 ദിവസം, 2 ദിവസമാണ്, ഒരു ദിവസം 2 ദിവസം, അങ്ങനെയാണ്. 3 ദിവസം നമ്മൾ നടത്തിയിട്ടില്ല, 2 ദിവസത്തിൽ കൂടുതൽ നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചില വ്യക്തികളോട് ചോദിക്കും, ജ്ഞാനം ഉണ്ട് എന്ന് ബോധ്യമുള്ള ചില വ്യക്തികളോട് ചോദിക്കും, ഇത് ഇങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൺവെൻഷൻ വരുന്നുണ്ട്, കുറേയേറെ ആൾക്കാർ വരും, ഞങ്ങൾ എങ്ങനെ ഒരുങ്ങണം, എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് വല്ലതും ചെയ്യണമോ? അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നതാണ്, ഈ പ്രാവശ്യത്തെ കൺവെൻഷന് 50 വിശുദ്ധ കുർബാന അർപ്പിക്കണം. അയ്യോ, അപ്പം ഞാൻ വിചാരിച്ചു 50 വിശുദ്ധ കുർബാനയോ? അത് വേണം. അത് ഞങ്ങളങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് ഞാനിവിടെ വന്ന് കമ്മ്യൂണിറ്റിയിൽ വന്ന് അമ്മമാരോട് പറഞ്ഞു, അമ്മമാരെ ഇപ്രാവശ്യത്തെ കൺവെൻഷന് 50 വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മമാർ പറഞ്ഞു, അതിനെന്താ, നമുക്ക് അർപ്പിക്കാം, അത്രയും അനുഗ്രഹം ഈ ദേശത്തും ലോകം മുഴുവനും കിട്ടുമല്ലോ, വരുന്ന ആൾക്കാർ വലിയ സൗഖ്യമുള്ളവർ അനുഗ്രഹമുള്ളവരായിട്ട് മാറുമല്ലോ, അത് നമുക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 50 വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കൺവെൻഷന് 2 ദിവസം മുൻപ് ഈ സ്റ്റേജിൽ നമ്മുടെ സീലിംഗ് തറയ്ക്കുകയാണ്. ഒരു രാവിലെ തുടങ്ങിയതാണ്, വൈകിട്ടായപ്പോഴത്തേനും ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടു. ഇതുപോലെ മഴക്കാറൊക്കെ ഉള്ള സമയം, ഇവിടെ ഒത്തിരി ആൾക്കാരില്ല, ചുറ്റും പന്തലെല്ലാം നിറഞ്ഞു, ഒന്നുകൂടി ഇരുട്ടാണ്. ആ സമയത്തൊരു ശബ്ദം, 1-2 പേര് ഇവിടെ അതിലുണ്ട്, അവർ ഓടി വന്നു, അമ്മമാരുണ്ട്. അവർ ഓടി വന്നപ്പോൾ അതായത് ഈ ഡ്രില്ലിംഗ് മെഷീനിലിരുന്ന് ഇവിടെ സീലിംഗ് തറയ്ക്കുകയാണ്. അത് കറണ്ട് അടിച്ചു, അവിടെ കറണ്ട് ശരീരത്തിൽ കയറി, തെറിച്ച് താഴെ പോകാതെ അതേ തന്നെ ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ചിരിക്കുക. പിന്നെ ആൾക്കാരെ അറിയിച്ച് പെട്ടെന്ന്, ഇതൊക്കെ അത്ഭുതമാണ്. നമ്മൾ അറിവിന് വേണ്ടി പൊരുളറിയാൻ വേണ്ടി അപേക്ഷിച്ച ഒരു ദിവസത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ജ്ഞാനം ഹൃദയത്തിലുണ്ടെങ്കിൽ കർത്താവ് അവരെ ഉപേക്ഷിക്കുകയില്ല. അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ആ വിളിക്ക് ഉത്തരം നൽകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേന് ആൾക്കാരെല്ലാം ഓടി വന്ന സഹോദരനെ നമ്മളെ പിടിച്ച് താഴെയാക്കി, എന്നിട്ട് വായിന്ന് വെള്ളവും ഓരോ പതയൊക്കെ വരുന്നു. പെട്ടെന്ന് ചെത്തിപ്പുഴ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇവിടെ അതിനുള്ള സാധ്യതയില്ല, ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അതല്ലെങ്കിൽ പുഷ്പഗിരി. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് പുഷ്പഗിരി ആകുമ്പോൾ നമുക്ക് ആൾക്കാരുണ്ട്, വേഗം ഞാൻ പുഷ്പഗിരി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ആ സഹോദരന്മാർ പറഞ്ഞു, സിസ്റ്ററെ പറ്റത്തില്ല, ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് രൂപ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ സമൂഹം പറഞ്ഞു, വിഷമിക്കേണ്ട, രൂപ നമുക്കുണ്ടാവും, നമുക്ക് ആളിനെയാണ് വേണ്ടത്, ആളിനെയാണ്. കാരണം ഭർത്താവ് പ്രവർത്തിച്ചാണ്. പെട്ടെന്ന് പുഷ്പഗിരി ചെന്ന് അവർ എല്ലാ സാമഗ്രികളൊക്കെ ചെയ്ത് അവർക്ക് പറ്റുന്നതൊക്കെ ചെയ്തു. അവസാനം ഒരു അക്രൈസ്തവനായ ഡോക്ടർ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ ഇവിടം വരെ എനിക്കൊരു നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഈ പേഷ്യൻ്റ് മരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കണം. ഒന്നാമതൊരു യുവാവാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള 1% 99% മരിക്കും എന്നുറപ്പായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 3-4 സിസ്റ്റേഴ്സ് ഉണ്ട്, ഇവരുടെ ആൾക്കാർ മുഴുവനും ഉണ്ട്, ആശുപത്രി മുഴുവൻ ഇങ്ങനെ തിങ്ങി നിൽക്കുക. കർത്താവേ, ഈ വചനം മനസ്സിലേക്ക് വന്നു. സുഭാഷിതം 2:3, നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. ഈ സമയം അറിവിന് വേണ്ടി അപേക്ഷിച്ചു, ജ്ഞാനത്തിന് വേണ്ടി ചെവി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു. അതായത് ലങ്സിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ ഡോക്ടറിനോടൊന്ന് പറഞ്ഞാൽ മതി.
ലങ്സിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ ആ ഡോക്ടറിനോടൊന്ന് പറയുക. പെട്ടെന്ന് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു പറഞ്ഞു, ഡോക്ടറെ എല്ലാ ടെസ്റ്റും നിങ്ങൾ ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും ഞങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത തരികയാണ്, ആ ലങ്സിൻ്റെ ഒരു എക്സ്റേ കൂടെ എടുക്കാമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ തീർച്ചയായിട്ടും, കാരണം ഒരു വ്യക്തി മരിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തണമെന്നല്ലേ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത കിട്ടിയെങ്കിൽ 100% ഞാനതിനോട് സഹകരിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് ലങ്സിൻ്റെ എക്സ്റേ എടുത്തു. അപ്പോൾ അതിനകത്ത് കണ്ടത് 12 ആണി ലങ്സിൽ ഇങ്ങനെ കുത്തി 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 നിൽക്കുന്നതാണ്. 1 അല്ല 2 അല്ല 3 അല്ല 12 ആണി. ഒന്നോർത്ത് നോക്കിക്കേ. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അത് അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നിങ്ങളുടെ കാതുകൾ ജ്ഞാനത്തിന് തുറന്നു കൊടുക്കുക. ഹൃദയം ചായച്ചു വെക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണ്? അറിവിന് വേണ്ടി. പ്രിയപ്പെട്ട സഹോദരനെ, പെട്ടെന്ന് ഈ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇതിനുള്ള സാധ്യതയില്ല, ഇത് ഓപ്പറേഷൻ ചെയ്താൽ എവിടം വരെ ഓപ്പറേഷൻ ചെയ്യും? അതിൻ്റെ ലിസിയിലോ അമൃതായിലോ ഉണ്ട്. അമൃതായി വിളിച്ചപ്പോൾ അതിനുള്ള സ്ഥലമില്ല, ലിസിയിൽ ഒരു സീറ്റുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഈ പേഷ്യൻറ്റിനെ കൊണ്ട് പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലോ എല്ലാവരും. പോകുന്ന വഴിക്ക് ഇയാൾ ഛർദ്ദിച്ചു, 7 ആണി കയ്യിൽ കിട്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ ശക്തിയോടെ ഉച്ചസ്വരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഈശോ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഈശോ നിങ്ങളുടെ അടുക്കലുണ്ട്. ഈശോ അനുഗ്രഹം നൽകുകയാണ്. കേണപേക്ഷിക്കുക, വിളിച്ചപേക്ഷിക്കുക, ജ്ഞാനത്തിന് വേണ്ടി ചെവി കൊടുക്കുക. അപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ ബാക്കി 5 എണ്ണം കൂടി ഉണ്ടല്ലേ, 7, 5, 12. അതിൽ 2-3 എണ്ണം അവർക്ക് ആ യന്ത്രത്തിൽ കിട്ടി. പിന്നെ കിടക്കുന്ന 2 എണ്ണം അവസാനം മുഴുവൻ കീറാൻ പറ്റുമോ? വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ 12 ആണിയും കയ്യിൽ കിട്ടി. നല്ലൊരു കൈയടി കൊടുത്ത ഈശോയ്ക്ക്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് 12 എണ്ണം വായു വന്നത്? എങ്ങനെയാണ് ലങ്സിൽ പോയത്? ഇവിടെ ഈ സീലിംഗ് നിറയ്ക്കുമല്ലേ, അതായത് ആ ഡ്രില്ലിങ് മെഷീനിൻ്റെ അതിൻ്റെ ആ കവറിങ് പോയി കാണാം. അത് ചെമ്പ് കമ്പിയിൽ ചെന്ന് കൈ തൊട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആ കറണ്ട് ചെന്ന് കയ്യിൽ തൊട്ടു, മെഷീൻ അത് പെട്ടെന്ന് കറണ്ട് അടിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇച്ചിരി കേടുള്ള ഒരു ഡ്രില്ലിങ് മെഷീൻ, അത് കറണ്ട് അടിച്ചു. ഉടനെ അയാൾ അപ്പം ഇനി എങ്ങനെ കറണ്ട് അടിക്കുമ്പോൾ ഈ ആണി എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറുന്നത്? ആണി കയറിയത് മുകളിലേക്ക് നോക്കിയല്ലേ സീലിംഗ് നിറയ്ക്കുന്നത്. അപ്പോൾ ഒരു പിടി ആണി എടുത്ത് വായിലിടുമ്പോൾ എന്ത് ചെയ്തു? വായിൽ നിന്ന് എടുത്താണ് ഈ ആണി നിറയ്ക്കുന്നത്. ആ വായിൽ നിന്ന് ഓരോ ആണി എടുത്ത് ഈ സീലിംഗ് നിറയ്ക്കും. അപ്പോൾ ഈ കറണ്ട് അടിച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ സഹോദരൻ ആണിയെല്ലാം ഉള്ളിലേക്ക് ലങ്സിൽ മാത്രം കുത്തി നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിന് വേണ്ടി ചെറിയവരും വലിയവരും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം അനുഗ്രഹം ഇന്ന് നമ്മുടെ ഭവനത്തിൽ ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മക്കളെക്കുറിച്ച് ആകുലതകൾ, അസ്വസ്ഥതകൾ, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പുരോഗതിയില്ല, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, അതുപോലെ തന്നെ കടബാധ്യതകൾ, രോഗപീഠകൾ, ഏതെല്ലാം പ്രശ്നത്തിലാണ് നമ്മൾ വലയുന്നവർ എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരും നല്ലവരുമാണ്. പക്ഷേ ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ, കർത്താവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കരമുയർത്തട്ടെ. ആ അത്ഭുതം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള കൃപകൾ കർത്താവ് ഇപ്പോൾ നമുക്ക് നൽകാൻ പോവുകയാണ്. ഉച്ചത്തിൽ വിളിച്ചോളുക, ഈശോയേ എന്ന് വിളിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, തീരാ വ്യാധിയുമായി പല ആശുപത്രികളിൽ ചികിത്സ നടത്തിയിട്ട് ഉപത്തിൽ വലയുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇപ്പോൾ നിലവിളിക്കുന്നത്. കർത്താവ്, ഇവിടെ ജീവിതത്തിൻ്റെ ചില ചോദ്യത്തിന് ഉത്തരമില്ല. ഉത്തരം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ജ്ഞാനത്തിൻ്റെ കൃപ, പൊരുളറിയാനുള്ള കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മേഖലകളിലും കർത്താവ് ആഗ്രഹിക്കുന്ന അർത്ഥം എന്താണ്? ഈശോയെ, ദർശനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ആത്മീയ ഉൾക്കാഴ്ച നൽകി അനുഗ്രഹിക്കണമേ. വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. സൗഖ്യങ്ങളും വിടുതൽ നൽകണമേ. വചനം പഠിക്കാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. കർത്താവ്, അതായത് കർത്താവാണ് ജ്ഞാനം നൽകുന്നത്. ഒന്നേറ്റ് പറയാമോ? കർത്താവാണ് ജ്ഞാനം നൽകുന്നത്. അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ഇപ്പം കർത്താവിൻ്റെ വചനം, അധരത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായി ജ്ഞാനം കരുതി വയ്ക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
എങ്ങനെയുള്ളവർക്കാണ് ഈശോ ജ്ഞാനം കരുതി വെക്കുന്നത്? സത്യസന്ധർക്ക്. ആരാണ് ജ്ഞാനം? ആരാ ജ്ഞാനം നൽകിയതാരാ? കർത്താവാണ് ജ്ഞാനം. സത്യസന്ധർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ജ്ഞാനം നൽകി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ ജ്ഞാനസമ്പാദനം നമ്മൾ എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ജ്ഞാന സമ്പാദനത്തിൽ അഗ്രഗണ്യരാണ്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ. ഇപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറുപ്പം മുതൽ ഈ ജ്ഞാനം അഭ്യസിച്ച വ്യക്തിയാണ്. ജീവചരിത്രം നവമാലികയൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. വിശുദ്ധ അമ്മത്രസ്യയുടെ ജീവിതത്തിൽ, അമ്മത്രസ്യയ്ക്ക് ചെറുപ്പത്തിലാണ് എനിക്ക് രക്തസാക്ഷിയാണ്. അതിൻ്റെ സഹോദരനോട് പറയും, റോട്ടറിക്കോട് പറയും, ഞാൻ ആഫ്രിക്കയ്ക്ക് പോകുകയെന്ന്. എന്നിട്ട് ആഫ്രിക്കയ്ക്ക് കൊച്ചിലെ പോകാൻ വേണ്ടി ഓടിയ സമയത്ത് ആംഗ്ലമാരെല്ലാവരും കൂടെ പിടിച്ചു നിർത്തി. അതുകൊണ്ട് ആ ജ്ഞാനമുള്ളത് കൊണ്ടാണ് കൊച്ചു പ്രായത്തിൽ എനിക്കൊരു രക്തസാക്ഷിയാകണമെന്ന ചിന്ത വന്നത്. അതുപോലെ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കുക. വിശുദ്ധ അമ്മത്രസ്യ, കൊച്ചുത്രേസ്യ, അൽഫോൻസാമ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ് ഈ ദിവസം നമ്മൾ ആഘോഷിച്ചത്. വിശുദ്ധ ചാവറ പിതാവ്, അങ്ങനെ എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ നിറവുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ മാമോദിസ സ്വീകരിച്ച് എല്ലാവരെയും വിളിക്കുന്ന പേരെന്താണ്? എന്താ പറയുന്നത്? വിശുദ്ധരെന്നാണ്. അങ്ങനെ നമ്മൾ ആരാണ്? വിശുദ്ധരാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധരെന്ന് പേര് വിളിച്ചിട്ടില്ല, മരിച്ചു കഴിഞ്ഞാണ് പേര് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാമോദിസായിൽ കിട്ടിയ വരപ്രസാദത്തിൻ്റെ വലിയ കൃപയനുസരിച്ച് ഇപ്പോൾ തുടങ്ങി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, പ്രശ്നങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, അസ്വസ്ഥതകൾ ഏറ്റെടുക്കുമ്പോൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ, വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരായിട്ട് മാറും? വിശുദ്ധരായിട്ട് മാറും. ഇതിൽ ജ്ഞാനത്തിൻ്റെ രണ്ട് അഗ്രഗണ്യരായ വിശുദ്ധരുണ്ട്. ഒന്ന് വിശുദ്ധ ബോനവെന്തുര, മറ്റൊന്ന് വിശുദ്ധ തോമസ് അക്വീനോസ്. അപ്പോൾ ഈ വിശുദ്ധ ബോനവെന്തുര കൊച്ചു പ്രായമായപ്പോൾ 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ ബോനവെന്തുരയ്ക്ക് എന്ത് വന്നു? ഭയങ്കര ഒരു രോഗം പിടിപെട്ടു. അങ്ങനെ ഭയങ്കരമായൊരു രോഗം പിടിപെട്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഈ കൊച്ചു പൈതനെയും കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അടുത്ത് ചെയ്യുന്നു. അമ്മ എന്ന് പറഞ്ഞു, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, എൻ്റെ മകന് ഭയങ്കരം ഒരു തീരാ രോഗമാണ്, ഈ രോഗത്തിൽ നിന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തണം, വിശുദ്ധനത് പറ്റും. അങ്ങനെ പറഞ്ഞു. വിശുദ്ധൻ പ്രാർത്ഥിച്ചു, സുഖപ്പെട്ടു എന്നൊന്നും പറഞ്ഞില്ല. ഈ കൊച്ചിനെ കൊണ്ട് തിരിച്ചുപോയി. ആ മകൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ആരാണ് ആ മകൻ? വിശുദ്ധ ബോനവെന്തുര. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ബോനവെന്തുരായ കുട്ടിക്കാലത്ത് തന്നെ ഈ വിശുദ്ധ ഫ്രാൻസിസ് കാണുകയുണ്ടായി. പെട്ടെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ത് ചെയ്തു? വിശുദ്ധ ഫ്രാൻസിസ് അസീസി കണ്ണുകളങ്ങ് അടച്ചു. വചനം അങ്ങനെയാണ് പറയുന്നത്. കണ്ണുകളങ്ങ് അടച്ചിട്ട് സമാധിയിലായി. ഈ ബാലനായ ഈ ബോനവെന്തുരായ കണ്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കണ്ണുകളടച്ച് പെട്ടെന്ന് സമാധിയിലായി. എന്നിട്ട് പറഞ്ഞ പേരെന്താ? ബോനവെന്തുര. പറഞ്ഞ പേരെന്താ? ബോനവെന്തുര. അതിൻ്റെ അർത്ഥം എന്താണ്? മഹത്തായ ഭാഗ്യം. ഒന്ന് പറഞ്ഞേ, മഹത്തായ ഭാഗ്യം. അതിനുശേഷമാണ് ഈ ബോനവെന്തുരായെ വിശുദ്ധ ബോനവെന്തർ എന്ന് വിശുദ്ധനല്ല, ബോനവെന്തർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അതായത് തോമസ് അക്വീനോസും, അതായത് 13-ാം നൂറ്റാണ്ട് മുതൽ അറിവിൻ്റെ വാനമ്പാടി എന്നാണ് ആരെ വിളിച്ചിരുന്നത്? വിശുദ്ധ തോമസ് അക്വീനോസിനെ വിളിച്ചിരുന്നത്. അപ്പോൾ വിശുദ്ധ തോമസ് അക്വീനോസും അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ ബോനവെന്തുര ചെറുപ്പം തുടങ്ങി വലിയ സഹപാഠികളാണ്. ഒരു ദിവസം ഈ തോമസ് അക്വീനസ് ഈ വിശുദ്ധനായില്ല, അന്ന് ബാല്യപ്രായം, സഹപാഠിയായിരുന്നപ്പോൾ ബോനവെന്തുരായെ കണ്ടുമുട്ടിയപ്പോൾ ഈ തോമസ് അക്വീനസ് ആ മുഖത്തേക്ക് നോക്കിച്ച് പറഞ്ഞു, ബോനവെന്തുര, നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തെന്നില്ലാത്തൊരു പ്രകാശം, നിനക്ക് എവിടുന്ന് കിട്ടി ജ്ഞാനം? കണ്ടോ, രണ്ടുപേർക്ക് ഇതേക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ പറയുകയാണ്, നിനക്ക് എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? എവിടുന്ന് കിട്ടി? വിശുദ്ധ തോമസ് അക്വീനസ് ചോദിക്കുകയാണ് ബാല്യത്തിൽ തന്നെ. ആരോടെ ചോദിച്ചാൽ? സഹപാഠിയായ ബോനവെന്തുരായോട് ചോദിക്കുകയാണ്. മഹത്തായ ഭാഗ്യം എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാൽ വിളിക്കപ്പെട്ട ബോനവെന്തുരായോട് ചോദിക്കുകയാണ്, നിനക്ക് എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം, വിസ്ഡം, ആത്മീയത? ഉടനെ ഈ ബോനവെന്തുര എന്ത് ചെയ്തു? കരങ്ങളിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവുക. നടന്ന് ഒരു ചെറിയ മുറിയിലേക്ക് കയറി. എന്നിച്ചിട്ട് ആ മുറിയിലേക്ക് കയറി അത് പറഞ്ഞു, നോക്കുക, ചെറിയ മുറിയാണ്, നോക്കുക, വലിയൊരു കുരിശുരൂപം,
വലിയൊരു കുരിശ്, ആ മുറിയുടെ മുകളിൽ മുട്ടത്തക്കവണ്ണം ഒരു വലിയ കുരിശ് രൂപം. ആ കുരിശ് രൂപത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ക്രൂശിതനായ ഈശോയെ ധ്യാനിച്ച് 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 ഞാൻ ചെറുപ്പം മുതൽ ജ്ഞാനത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവം തന്നതല്ലാതെ ഒരു ജ്ഞാനവും മറ്റാരും തന്നിട്ടില്ല. എനിക്ക് ദൈവം തന്നതല്ലാതെ ഒരു കൃപയും എനിക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനം. വിനയത്തിൻ്റെ കൃപ എനിക്ക് ദൈവം നൽകി. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം എനിക്ക് ദൈവം നൽകി. അത് ഈശോ തന്നതാണ്. അത് മുഴുവനും ഈ ക്രൂശിതനായ ഈശോയുടെ മുഖത്ത് നോക്കി ധ്യാനിച്ച് 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 എനിക്ക് തന്നതാണ്. ഞാൻ അങ്ങയുടെ മുമ്പിൽ നിരന്തരം കർത്താവേ, ഞാൻ ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനം. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സാജി അച്ഛൻ നമ്മളോട് പറഞ്ഞില്ലേ, അഹങ്കാരത്തുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകാൻ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ വനവന്തര പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എനിക്ക് നൽകിയത് ഈ വിശുദ്ധ ക്രൂശിതനായ ക്രൂശിതനായ ഈശോയുടെ തിരുമുഖത്ത് നോക്കിയാണ്. ഞാൻ എന്താണോ അത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കോ. ചെറുപ്പത്തിൽ 1 വയസ്സ് പ്രായമായപ്പോൾ തന്നെ കൊച്ചുരേസ്യാപ്പുണ്യതി അമ്മയോട് പറയും, എനിക്ക് ഈശോയുടെ ക്രൂശിത രൂപം ഇഷ്ടമാണ്. അമ്മ ത്രേസ്യാപ്പുണ്യതി വരാന്തയിൽ കൂടെ നടന്നു പോകുമ്പോൾ പറയും, ഞാൻ ആ ക്രൂശിതനായ ഈശോയെ വരാന്തയിൽ കണ്ടു. അതെന്തോ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അൽഫോൻസാമ്മ പറയുന്നുണ്ട്, മലങ്കടക്ക് കിടക്കുമ്പോൾ പറയുകയാണ്, അതാ ഒരു പ്രകാശം. ആ പ്രകാശം ക്രൂശിതനായ ഈശോയുടെ പ്രകാശമാണ്. വിശുദ്ധ ചാവറപ്പിതാവ് പറയുകയാണ്, അതാ ക്രൂശിതനായ ഈശോ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അപ്പൻ്റെ സ്നേഹം ആ ക്രൂശിതൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ തോമസ് അക്വീനസ് പറയുകയാണ്, ക്രൂശിതനെ നോക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ കൃപയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ അനുഭവം എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ആ ക്രൂശിതനായ ഈശോ എനിക്ക് നൽകുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കുക. ക്രൂശിതൻ്റെ കൃപ അവർക്ക് ലഭിച്ചപ്പോൾ അവർ ജ്ഞാനമായി, വിജ്ഞാനമായി, ദൈവസ്നേഹമായി, പ്രാർത്ഥിക്കാനുള്ള കൃപയായി, സഹനങ്ങളെ സ്വീകരിക്കാനുള്ള അഭിഷേകമായി, അവർ വലിയവരായി. ചെറിയവരെല്ലാം ദൈവസന്നിധിയിൽ ചെറിയവർ തന്നെ, പക്ഷെ വലിയവരായി. കരമുയർത്തി വിളിച്ച് ഈ അഭിഷേകം ഇപ്പോൾ തരാൻ പോവുകയാണ്. നമ്മുടെ മക്കൾക്ക് നൽകാൻ പോവുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ പോവുകയാണ്, കുടുംബത്തിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. കർത്താവേ, എന്നെ തൊടണമേ, എനിക്ക് ജ്ഞാനം നൽകണം, വിജ്ഞാനത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കണം. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ അറിവിലേക്ക് ചായ്ച്ചു വെക്കാനുള്ള അഭിഷേകം നൽകണം. എൻ്റെ കാതുകൾ ജ്ഞാനം കേൾക്കണം. പൊരുളറിയാൻ വേണ്ടി കേണവിപേക്ഷിക്കാനുള്ള അഭിഷേകം എനിക്ക് തരിക. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി വിളിച്ചോളുക. ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. ആരൊക്കെ വിളിക്കുന്നോ അവരിലേക്ക് ദൈവത്തിൻ്റെ ഉന്നതമായ ജ്ഞാനമൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇങ്ങനെ അടിച്ചാൽ മതിയോ? ശക്തിയോടെ ഉച്ചസ്വരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? ഈ ജ്ഞാനത്തിൻ്റെ കൃപ അനുഭവിച്ച എത്രയോ വ്യക്തികളാണ് അല്ലേ? ജ്ഞാനത്തിൻ്റെ കൃപ അനുഭവിച്ചവർ ഇഷ്ടംപോലെ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പൂർവ്വപിതാക്കന്മാരെ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, നോഹ, ജോഷുവ, പിന്നെ കാലബിൻ്റെ ജീവിതം, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാരുടെ ഒക്കെ ജീവിതം നോക്ക്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ നിറവ് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം, യേശുപിതാവിൻ്റെ ജീവിതം, അപ്പസ്തോലന്മാരുടെ ജീവിതം, ഇവരെല്ലാം ജ്ഞാനം നിറഞ്ഞവരാണ്. ചില ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അതാ ഈശോ വരുന്നുണ്ട് എന്ന് അകലെ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ആ അന്ധയാചകൻ എന്താ വിളിച്ചു പറഞ്ഞത്? ഈശോയെ, നിലയ്ക്കാത്ത ശബ്ദം, നിർത്താത്ത സ്വരം. അത് കേട്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അവനെ അങ്ങ് വിളിക്ക്, അവൻ ഇരിക്കുന്നിടത്തുനിന്ന് അവനെ വിളിച്ചോണ്ട് പോവാ. ഉടനെ കൂടെ നിന്നവർ ഓടി, എടാ എഴുന്നേക്കടാ, എന്താ നിന്നെ ഈശോ വിളിക്കുന്നു, എഴുന്നേക്ക്. അവനെ പുറം കുപ്പായം എല്ലാം വലിച്ചു ദൂരെ എറിയാൻ. കാരണം എന്താ? അവൻ്റെ പുറം കുപ്പായം പാപത്തിൻ്റെ കുപ്പായമാണ്, അശുദ്ധിയുടെ കുപ്പായമാണ് അല്ലേ? അതല്ല വെറുപ്പിൻ്റെ കുപ്പായമാണ്. അതെല്ലാം ദൂരെ എറിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈശോ എന്ന നാമത്തിൻ്റെ ശക്തി അവനിലേക്ക് കടന്നു വന്നപ്പോൾ ആ പുറംകുപ്പായം വലിച്ചെറിയാനുള്ള അഭിഷേകം കർത്താവ് കൊടുക്കുകയാണ്. അവൻ ഇരുന്നത് പാപത്തിൻ്റെ അവസ്ഥയിലാണ്, നിരാശയുടെ അവസ്ഥയിലാണ്, വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. അവൻ എഴുന്നേക്ക്, ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, പാപമാണോ, അതേപോലെ പ്രത്യാശയില്ലാത്ത അവസ്ഥയാണോ, വിശ്വാസമില്ലാത്ത സാഹചര്യമാണോ, രോഗമാണോ, തകർച്ചയാണോ, ക്ഷീണമാണോ, ഒന്നും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന്
എഴുന്നേറ്റാൽ ഈശോയാണ് വിളിക്കുന്നത്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ക്ഷീണം മാറി, അസ്വസ്ഥത മാറി, കൃപ കിട്ടി, നമുക്ക് എല്ലാ തരത്തിലുള്ള അഭിഷേകമായി. ഇതാണ് ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എല്ലാം ഉപേക്ഷിച്ച് തുള്ളിച്ചാടി ഈശോയുടെ അടുത്ത് ചെന്നപ്പോൾ ഈശോ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. എന്തായിരുന്ന ചോദ്യം? നിനക്കെന്താണ് ആവശ്യം? അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞത്? എന്താ ആവശ്യം എന്തായിരുന്നു? എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. പ്രിയപ്പെട്ട സാരങ്ങളെ, ആ സൗഖ്യം ഈശോയെ തന്നെ കൊടുത്തു. അവൻ അന്തൻ്റെ കണ്ണു തുറന്നു. നേരത്തെ സുഖം കാണാമായിരുന്നു, ഇടയ്ക്ക് കാണാതെ പോയതാ. വീണ്ടും കിട്ടി. അതായത് നഷ്ടപ്പെട്ട സൗഖ്യം അവന് വീണ്ടും കിട്ടി. അത് മാത്രമല്ല, ഈശോയുടെ കൂടെ നടക്കും. ഈശോയെ സ്തുതിക്കാൻ പറ്റി, മറ്റൊരു ക്രിസ്തുവാകാൻ സാധിച്ചു. നിലയ്ക്കാത്ത ശബ്ദം, നിർത്താത്ത സ്വരം. എന്തായിരുന്നു ആ സ്വരം? ആ ശബ്ദം എന്താ വിളിച്ചു പറഞ്ഞ്? ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ വലതുകരം ഉയർത്തി പറഞ്ഞ്, ഇതാ ഇപ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വിളിക്കുക. നമ്മുടെ ഈ സ്വരം കേട്ട് ഈശോ നമ്മളെ അടുത്ത് വരണം, ഈശോ നമ്മളെ വിളിക്കണം. ആ അന്ധയാചകൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇത് ജ്ഞാനത്തിൻ്റെ ശബ്ദമാണ്. ഈശോ ഉള്ളിലേക്ക് കടന്നു വന്ന ശബ്ദമാണ്. പാപം ഉപേക്ഷിച്ച ശബ്ദമാണ്, അശുദ്ധി ഉപേക്ഷിച്ച ശബ്ദമാണ്, സ്വാർത്ഥത ഉപേക്ഷിച്ച ശബ്ദമാണ്, മൂലപാപത്തിൻ്റെ കെട്ടഴിഞ്ഞ ശബ്ദമാണ്. അവിടെ വിശ്വാസത്തിൻ്റെ കൃപ നിറഞ്ഞ ശബ്ദമാണ്. അത് സ്വാതന്ത്ര്യം ഉള്ളിലേക്ക് നിറഞ്ഞ ശബ്ദമാണ്. ഒന്ന് ഉച്ചത്തിൽ വിളിച്ചത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ. ഈ ശബ്ദം മതിയോ? ഈ സ്വരം മതിയോ? ഈശോയുടെ കൂടെ പലരുണ്ട്, പലരുടെ ശബ്ദമുണ്ട്. സദുക്കായരുണ്ട്, പരിസയരുണ്ട്, നിയമജരുണ്ട്, രോഗികളുണ്ട്, അപസ്തോല വേദമുണ്ട്. അവരെല്ലാം മാറ്റി നിർച്ചിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു. വിളിച്ചോ. ഇതാ ഈശോ കണ്ണു തുറക്കാൻ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്, ഹൃദയം തുറക്കാൻ ഈശോ അടുത്തേക്ക് വരികയാണ്. ഇതാ അനേകം മക്കളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ കൃപ അഭിഷേകം തരികയാണ്. വിളിക്കട്ടെ, പോരാ. ശക്തിയോടെ ഉച്ചസ്വരത്തിൽ ദൈവസ്നേഹത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ജ്ഞാനത്തിൻ്റെ കൃപ, സൗഖ്യത്തിൻ്റെ കൃപ ആ അന്ധയാചകന് കൊടുത്തതുപോലെ ഈശോയെ കാണാൻ മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള അഭിഷേകം എന്നിലേക്ക് ഒഴുകട്ടെ. ഉച്ചത്തിൽ വിളിച്ച്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരൊക്കെ ഇപ്പോൾ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈശോയെ കണ്ടുകൊണ്ട് വിളിച്ചോ, അപ്പോൾ നിങ്ങളോട് ഈശോ ചോദിച്ചു ഈ സമയം തന്നെ. എന്താ ചോദിച്ചത്? മകനെ, മകളെ, നിനക്ക് എന്താണ് ആവശ്യം? എനിക്ക് സൗഖ്യം വേണം. ഏത് മേഖലയിൽ? ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ഹൃദയത്തിൽ, ഭാവനയിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ, ജീവിതശൈലിയിൽ എനിക്ക് സൗഖ്യം വേണമെന്ന് ആരെങ്കിലും ഇപ്പോൾ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേഖലയിൽ ഇപ്പോൾ തന്നെ ഈശോ സൗഖ്യം നൽകി. ആ സൗഖ്യം കിട്ടിയതിന് ഒരിക്കൽ കൂടി കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാമോ? കരമുയർത്തിയടിച്ച് ഹല്ലേലൂയ. ശരീരത്തിന് ബലമില്ലാതെ, കാൽമുട്ടുകൾക്ക് ബലമില്ലാതെ നടക്കുമ്പോൾ, അതുപോലെ തന്നെ വേച്ചു പോകുന്ന അസ്വസ്ഥയുള്ളവർ, ഉറക്കമില്ലാത്ത വ്യക്തികൾ, ഇത് പറയുമ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കരമുയർത്തണം. ഉറക്കമില്ലാത്ത വ്യക്തികൾ കരമുയർത്തുക. നടക്കുമ്പോൾ വേച്ചു പോകുന്നവർ കരമുയർത്തിക്ക്. ഗ്യാസ് പ്രോബ്ലം, അസിഡിറ്റി ഉള്ളവർ കരമുയർത്തിക്ക്. അങ്ങനെയുള്ളവർക്ക് എല്ലാവരിലേക്ക് ഈശോ അത്ഭുത ശക്തി കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മേഖലയിൽ ഈശോ കൃപ നൽകുകയാണ്, വലിയ സൗഖ്യങ്ങൾ നൽകുകയാണ്. കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ട്, മദ്യപാനത്തിന് കെട്ടുള്ളവരുണ്ട്, ഒരു ഭവനമില്ലാത്തവരുണ്ട്, പലതരത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഈശോ അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാവരിലേക്ക് ഈശോ കടന്നു വന്നു. എല്ലാവർക്കും ഈശോ ജ്ഞാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെയും കൃപ നൽകി. ഒരൊറ്റ വിളിച്ച് ഈശോയേ, പവർ, ശക്തിയോടെ, അഭിഷേകത്തോടെ. ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിച്ചവരെ എല്ലാം ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്രം മഴ പെയ്തോട്ട് അത് അനുഗ്രഹത്തിൻ്റെ മഴയാണ് കേട്ടോ, അനുഗ്രഹത്തിൻ്റെ കൃപയാണ്. ഇപ്പോൾ പെയ്ത് വീഴുന്ന ഓരോ തുള്ളിയും അനുഗ്രഹത്തിൻ്റെ കൃപയാണ്. അത് നമുക്ക് തടസ്സമല്ല. അതായത് ജ്ഞാനം എന്ന പദത്തിന് നമ്മൾക്കറിയാം, വിസ്ഡം അല്ലേ, അതാണ് ഇംഗ്ലീഷിലെ എൻ്റെ അർത്ഥം. എന്നാൽ ഹീബ്രു ഭാഷയിൽ പറയുന്നത് ചോക്മ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ചോക്മ. ഗ്രീക്ക് ഭാഷയിൽ അതിന് പറയുന്നത് സോഫിയ. ഹീബ്രു, ഗ്രീക്ക്, അതുതന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് സോഫിയ. ജ്ഞാനം 1 കൊറിന്ത്യൻസ് ജ്ഞാനത്തെക്കുറിച്ച് അപ്പസ്തോലന്മാർ പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ്. 1 കൊറിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 6 തുടങ്ങി 15 വരെയുള്ള വചനം നിങ്ങൾ ഇന്ന് തന്നെ സമയം കിട്ടുമ്പോൾ അത് വീട്ടിൽ പോയി ഒന്ന് വായിക്കുന്ന നല്ലതാണ്. 1 കൊറിന്ത്യൻസ്
അത് 2-ാം അധ്യായം 6 തുടങ്ങി 15 വരെയുള്ള വചനം. അവിടെ പറയാണ്, പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖമായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒന്ന് പറയാമോ? ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ കർത്താവിനെ അവർ കുരിശിൽ കൊല്ലുകയില്ലായിരുന്നു. ഈ ലോകത്തിലുള്ളവർക്ക് ദൈവിക രഹസ്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യല? ക്രൂശിതനെ ഈശോയെ അവർ കുരിശിൽ തറക്കുകയില്ല. എഴുതപ്പെട്ടതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ രഹസ്യം മനുഷ്യ കണ്ണുകൾക്ക് കാണാനോ മനുഷ്യ ചെവികൾക്ക് കേൾക്കാനോ ഹൃദയത്തിന് മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം അത് ആത്മീയ രഹസ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി. എന്നാൽ ദൈവം നമുക്കെല്ലാം അത് ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മനുഷ്യർക്ക് പറ്റത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അത് നമ്മളെ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. അതാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും? ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആത്മാവ്, പരിശുദ്ധാത്മാവ്, അതായത് പിതാവായ ദൈവം നമുക്ക് പുത്രനെ ഗിഫ്റ്റായി നൽകി, പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗിഫ്റ്റായി നൽകി. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിനെ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ചിന്ത ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനം കിട്ടാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്. അത് മാമോദിസായിൽ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി നൽകുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് നമ്മൾ പറയണം. എൻ്റെ ഉള്ളിലേക്ക് വരണം, എന്നെ നയിക്കണം, എനിക്ക് സഹായം നൽകണം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് വെളിപ്പെടുത്തി തന്ന, ആത്മാവ് പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾക്കാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. ഇനി ആത്മീയ മനുഷ്യൻ, ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ 1-ാം അധ്യായം 2-ാം അധ്യായം 1 കൊറിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 15-ാം വചനം പറയുകയാണ്. അതിൻ്റെ അവസാനം പൗലോസ് പറഞ്ഞു വെക്കുകയാണ്, ആത്മീയ മനുഷ്യൻ അവൻ്റെ പ്രത്യേകത എന്താ? എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ ആത്മീയ മനുഷ്യരാകണം. ഒരു തീരുമാനമെടുക്കാൻ അപ്പന് കഴിയണം, അമ്മയ്ക്ക് കഴിയണം. ദൈവത്തിൻ്റെ സ്വഭാവം ഇതിൽ ഈ മേഖലയിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ തന്നെ കുട്ടികൾക്ക്, യുവാക്കന്മാർക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് നല്ല തീരുമാനം, ഈശോയുടെ തീരുമാനം നമ്മൾ എടുക്കുമ്പോഴാണ് ആത്മീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി ആത്മീയ മനുഷ്യനെ ആർക്ക് വിധിക്കാൻ കഴിയും? അവന് തെറ്റുപറ്റത്തില്ല. പൗലോസ് പറയണം, ആത്മീയ മനുഷ്യൻ
തെറ്റ് പറ്റത്തില്ല, അവനെ ആർക്കും വിധിക്കാൻ പറ്റത്തില്ല, അവനെ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലും പുതിയ നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണം കാണാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ സൂസന്നായുടെ ജീവിതത്തിൽ അല്ലേ എന്തെല്ലാം അനുഭവങ്ങളാണ്. പൂർവ്വ ജോസഫ് പൊത്തിഫറിൻ്റെ ഭാര്യ അതായത് ഇത് ഭാര്യ പാപം ചെയ്യാൻ പൂർവ്വ ജോസഫിനെ നിർബന്ധിച്ചപ്പോൾ ജോസഫ് എന്താ ചെയ്തത്? ഉടുതുണി പോലും വലിച്ചെറിഞ്ഞിട്ട് പാപത്തിൽ നിന്ന് ഓടിയാക്കുന്നു. ആരായി ജ്ഞാനം കൊടുത്തത്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മരിയ കൊരേത്തിയുടെ ജീവിതം നോക്കിക്കേ. മരിയ കൊരേത്തി എന്താ ചെയ്തത്? പാപം ചെയ്യാൻ, അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ സ്വന്തം അമ്മ മരിയ കുര്യാത്തിക്ക് പറഞ്ഞു കൊടുത്തു, മോളെ പാപം ചെയ്യരുത്, ശരീരം പ്രത്യാശയുള്ളതാണ്, ഈ പ്രത്യാശയുള്ള ശരീരം അവസാനം മഹത്വീകരിക്കപ്പെടേണ്ട ശരീരമാണ്, ഇത് പാപത്തിന് വിട്ടുകൊടുക്കരുത്, അവർക്ക് തൊട്ടുകളിക്കാനുള്ള അല്ല നിൻ്റെ ശരീരം, നീ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കൊടുത്ത ആ കാര്യം അവൾ അത് ഓർമ്മയിൽ വെച്ച് അലക്സാണ്ടർ എന്ന മനുഷ്യൻ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞു, അലക്സാണ്ടറെ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും, നീ പാപം ചെയ്യരുത്, നീ പാപം ചെയ്യരുത്, എൻ്റെ ശരീരത്തിൽ ഞാൻ എത്ര മുറിവ് വേണമെങ്കിലും ഏറ്റോളാം, എനിക്കത് പ്രശ്നമല്ല, നീ സ്വർഗത്തിൽ പോയല്ല, നീ നരകത്തിൽ പോകും, നിൻ്റെ ആത്മാവ് നഷ്ടമായില്ലേ. ഈ കൊച്ചു ബാലിയോട് ആരെ വെളിപ്പെടുത്തി കൊടുത്തത്? ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുതിർന്നവരും ചെറിയവരും കൊച്ചുകുട്ടികളും ഒക്കെ ഈ മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിൽ പാപം ചെയ്ത് ഉറക്കമില്ലാതെ രാത്രിയും പകലും അസ്വസ്ഥതയിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നതാ സംസാരിക്കുന്നത്? ഇത് വേണോ അല്ലേ? ഇത്ര ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം, ഈ പാപത്തിൻ്റെ മേഖലയിലേക്ക് നീ നോക്കരുത്, വിശുദ്ധിയിൽ ജീവിക്കണം, ശരീരം പ്രത്യാശയുള്ളതാണ്, ഇത് മഹത്വപൂർണ്ണമാകാനുള്ള ശരീരമാണ്, പാപം ചെയ്യരുത്. എന്നിട്ട് ഈ മരിയ കൊരേത്തിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ മരിയ കൊരേത്തി പറയുന്നുണ്ട്, എന്നെ ഓപ്പറേഷൻ ചെയ്യണ്ട, മരപ്പിക്കണ്ട, പച്ചയായിട്ട് കീറ്, ആ വേദനയും കൂടെ ഞാൻ സഹിച്ച് അലക്സാണ്ടറിനെ കാഴ്ചവെക്കും. എന്തിന്? അലക്സാണ്ടർ മാനസാന്തരപ്പെടാൻ, പാപബോധം വരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ മനുഷ്യൻ ജ്ഞാനമുള്ള മനുഷ്യനാണ്, ആത്മീയ മനുഷ്യൻ വിശുദ്ധിയുള്ള മനുഷ്യനാണ്, ആത്മീയ മനുഷ്യൻ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കും, അവനെ ആർക്കും വിധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും യുവതിയുവാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ഭവനത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൃപ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ മേഖലയാണ്. ജ്ഞാനത്തെ സ്വീകരിക്കാൻ എത്തിപ്പിടിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. കരമുയർത്തി വിളിച്ച് ഈശോയേ എന്ന് വിളിച്ച് വിളിക്കട്ടെ. പോരാ ശക്തിയോടെ. എന്നിട്ട് അവസാനം 15-ാം വചനം അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കുകയാണ്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവർ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞ്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം കർത്താവിൻ്റെ മനസ്സറിഞ്ഞവർ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാനും ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഈശോയെ പഠിപ്പിക്കാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ മനസ്സറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആത്മീയ കൃപ ലഭിക്കുന്നത്. ഈശോയെ പഠിപ്പിക്കാൻ തക്കവിധം കർത്താവിൻ്റെ മനസ്സറിഞ്ഞവരാണ് അപ്പസ്തോലന്മാർ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈശോയെ പോയി പഠിപ്പിക്കാനാണോ? അതല്ല. പിന്നെ എന്താണ്? മറ്റൊരു ക്രിസ്തുവാകാൻ അപ്പസ്തോലന്മാർക്ക് സാധിച്ചു. പൗലോസിലായിരിക്കും മറ്റൊരു ക്രിസ്തുവാകാൻ സാധിച്ചു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന എന്താ? ജ്ഞാനം സ്വീകരിക്കുക, വിജ്ഞാനത്തിൻ്റെ വ്യക്തികളായിട്ട് മാറുക, പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ ലക്ഷ്യം വെക്കുന്നത്? എന്താ? മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം മറ്റൊരു ക്രിസ്തുവാകാനുള്ള അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആ മേഖല കർത്താവ് നമുക്ക് നൽകും. ക്രൂശിതനായ ഈശോയുടെ മുഖത്തേക്ക് നോക്കണം. ക്രൂശിതനായ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈശോ നമുക്ക് പറയും, ഈശോയുടെ ജനനം, രഹസ്യജീവിതം, പരസ്യജീവിതം, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് പരസ്യജീവിതത്തിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതുപോലെ പീഡാനുഭവം, മരണം, ഉത്ഥാനം,
സ്വർഗാരോഹണം, രണ്ടാം വരവ്, ഇതെല്ലാം ഈശോ നമുക്ക് മനസ്സിലാക്കി തരും. എന്നിട്ട് ആ മുഖം ധ്യാനിക്കണം, ഈശോയുടെ മുഖം ധ്യാനിക്കണം. ഇന്ന് ലോകത്തിൻ്റെ മുഖം നമ്മുടെ മുഖത്തേക്ക് കടന്നു വരുന്നതുകൊണ്ട് ഈശോയുടെ മുഖം കാണാൻ ചെറിയവർക്കും വലിയവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പല മേഖലയിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ മുഖം ധ്യാനിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി വിളിച്ചേ, ഉച്ചസ്വരത്തിൽ വിളിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ധ്യാനിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ജ്ഞാനത്തിൻ്റെ വ്യക്തിയായിട്ട് മാറുക. അപ്പോൾ കർത്താവ് ആ മേഖലയിൽ നമുക്ക് അഭിഷേകം നൽകും, കൃപ നൽകി ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിടവകയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിടവകയിൽ തിരുവനന്തപുരത്ത് വലിയ തുറ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ തുറ എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ഞങ്ങളുടെ ടീം ഒരുമിച്ച് ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചാപ്പലിൽ കയറി പള്ളിയിൽ കയറി പ്രാർത്ഥിക്കും. പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ആ പള്ളിയിൽ ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കാവോ? ഇതൊക്കെ നമ്മൾ ചോദിക്കും ഈശോയോട്. ഇവിടെ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്, നെഗറ്റീവ് സ്പിരിറ്റാണോ പോസിറ്റീവ് സ്പിരിറ്റാണോ, നന്മയാണോ തിന്മയാണോ കൂടുതലുള്ളത്, ഇത് ചോദിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശബ്ദം പറഞ്ഞു. ഒരു ശബ്ദം കേൾക്കുകയാണ്. 35 വർഷം മുമ്പ് പുറപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഈ ധ്യാനത്തിനിടയ്ക്ക് വരും. എത്ര വർഷം? 35 വർഷം. അപ്പം കൂടെയുള്ള സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ആരോടും പറയരുത്, 35 വർഷം മുമ്പ് ഇറങ്ങിപ്പോയ ഒരു സഹോദരൻ ഈ ധ്യാന ദിവസങ്ങളിൽ ഇവിടെ വരും. നിങ്ങൾ മിണ്ടരുത്, ആരോടും പറയരുത്, നമ്മളിത് അറിഞ്ഞ മട്ടേ കാണരുത്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താമസിച്ചുള്ള ധ്യാനമുണ്ട്, പിന്നെ വൈകിട്ട് കൺവെൻഷനുമുണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഒരു ഉച്ച സമയം 12 മണിക്ക് ആ ഇരുന്ന ഹോളിൽ കുറേ ആൾക്കാരുണ്ട്. വലിയൊരു ഇടവകയാണ്, വലിയ കൂട്ടക്കരച്ചിൽ. അപ്പം ഞങ്ങൾ ചോദിച്ചത് എന്താ വലിയ കൂട്ടക്കരച്ചിൽ? വല്ലൊരു മരിച്ച സ്വരത്തിലാണ് വലിയ കൂട്ടക്കരച്ചിൽ. അപ്പോൾ ഇവർക്ക് പറയാൻ വാക്കുകളില്ല. ഇവരെല്ലാവരും കൂടെ അവിടെ ആൾ കൂടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ മനുഷ്യനെ 85 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്നു. നമുക്ക് എന്നിട്ട് മനസ്സിലാകുന്നില്ല കാര്യം എന്താണ്. എടുത്തു കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞോ? സിസ്റ്ററെ, ഈ മനുഷ്യൻ 35 വർഷം മുമ്പ് ഇറങ്ങി പുറപ്പെട്ടു പോയതാ. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഇയാൾ വീട്ടിൽ ഇപ്പോൾ വന്നു, ആരുമില്ല, കഥ കടച്ച് കിടക്കുക. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു അവരെല്ലാം ധ്യാനിക്കാൻ പോയേക്കുക. അവരെന്ത് ചെയ്തു? ഈ മനുഷ്യനെ സന്തോഷം കൊണ്ട് എടുത്ത് അവിടെ ധ്യാനകേന്ദ്രത്തിൽ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ കയറ്റി. എന്നിട്ട് അയാളുടെ സാക്ഷ്യം പറയുക. 35 വർഷത്തെ കാര്യം നമ്മളവിടെ കേട്ട് നിന്നു. അവസാനം നമ്മൾ പറഞ്ഞു, ആ സിസ്റ്റേഴ്സിനെ ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സിനെ അൾത്താരയിൽ കയറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ വന്ന് ആദ്യമേ ഈ പള്ളിയിൽ കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഒരു സന്ദേശമാണ്. 35 വർഷം മുൻപ് ഈ ഇടവകയിൽ നിന്ന് പോയ ഒരു സഹോദരൻ തിരിച്ചു വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചോ, പ്രാർത്ഥിച്ചേ. അത് വലിയ തുറ തിരുവനന്തപുരം വലിയൊരു ഇടവകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് എന്തിനാണ് ഇത് പറഞ്ഞത്? ഇപ്പോൾ 40 വർഷം 25 വർഷം പ്രായമായിട്ടും വിവാഹം നടക്കാത്ത മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. 40 വർഷം ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് സംഭവിക്കാത്ത മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, ഇല്ലേ? ചില മേഖലകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. നിങ്ങൾ എത്ര വർഷം പഴക്കമുള്ള പ്രശ്നങ്ങളാണേലും പ്രതിസന്ധികളാണേലും അത് കർത്താവ് ഇപ്പോൾ നടത്തിത്തരാൻ പോവുക. എനിക്ക് ജ്ഞാനം നിറയണം, എനിക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കണം, എനിക്ക് പൊരുളറിയാൻ കർത്താവെ എന്നോട് കരുണ കാണിക്കണം എന്ന് നമ്മൾ അറിവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് എൻ്റെ ആദരത്തെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവിതത്തെയും ജീവിത പങ്കാളിയെയും കുടുംബത്തെയും കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണിപ്പോൾ. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ വിളിച്ച് പോരെ ശക്തിയോടെ വിളിക്കേ.
ഉച്ചസ്വരത്തിൽ വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ കർത്താവ് എന്നോട് സംസാരിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. ജ്ഞാനത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങൾ. ഈ വ്യവസ്ഥ ഇതാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 തുടങ്ങി 18 വരെയുള്ള വചനങ്ങൾ. അവിടെ പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഉണ്ടോ, ഹൃദയത്തിൽ സ്വാർത്ഥ മോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ. കടുത്ത അസൂയ, പിന്നെ എന്താ ഉള്ളത്? മോഹം, സ്വാർത്ഥ മോഹം ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. അതായത് നുണ പറയരുതെന്ന്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല. ഏത് ജ്ഞാനം? പാപം, അതായത് വെറുപ്പ്, വിദ്വേഷം, കോപം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അരിശം, വാശി, ദുശാഠ്യം, ഇതൊന്നും ഉന്നതത്തിൽ നിന്നുള്ളതല്ല. സ്വാർത്ഥമോഹം, ആത്മപ്രശംസ, ഇതൊന്നും ഉന്നതത്തിൽ നിന്നുള്ളതല്ല. പിന്നെയോ, മറിച്ച് ഭൗമികവും അതായത് സ്വാർത്ഥപരവും പൈശാചികവുമാണ്. ഇതെല്ലാം, പാപമെല്ലാം സ്വാർത്ഥതയാണ്, പൈശാചികമാണ്. എവിടെ അസൂയയും സ്വാർത്ഥതയും സ്വാർത്ഥമോഹമുണ്ടോ അവിടെ എല്ലാ തരത്തിലുള്ള ക്രമക്കേടുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ജ്ഞാനം കിട്ടണമെങ്കിൽ പാപം അടുത്തു വരരുത്. വിശുദ്ധിയുള്ള ഹൃദയത്തിലേക്ക് ജ്ഞാനം വരും. അശുദ്ധിയുള്ള ഹൃദയത്തിൽ ജ്ഞാനം വരത്തില്ല. പരിശുദ്ധാത്മാവാണിത് നൽകുന്നത്. ത്രിയേക ദൈവമാണിത് നമുക്ക് ദാനം ചെയ്യുന്നത്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം, ഒന്നാമത് അത് ശുദ്ധം. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം അത് വിശുദ്ധമാണ്. രണ്ടാമത് അത് സമാധാനപൂർണ്ണമാണ്. എന്ന് പറഞ്ഞ്, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ശുദ്ധവും സമാധാനപൂർണവുമാണ്. ഇനി വിനീതവും വിധേയത്വമുള്ളതുമാണ്. കാരുണ്യവും സൽഫലം നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സമാധാന ദൃഷ്ടാക്കൾ നീതിയുടെ ഫലങ്ങൾ സമാധാനത്തിൽ വിതയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം സമാധാനമുണ്ട്, വിശുദ്ധമാണ്, ശുദ്ധമാണ്. അവിടെ പാപമില്ല, അശുദ്ധിയില്ല, അവിശ്വാസമില്ല, സംശയമില്ല. അതെല്ലാം നേരെ പോകുന്നതാണ്. ഈ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മീയ മേഖലയിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കൃപയാണ് ദൈവം തരുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ദൈവം നന്ദി പറയുമ്പോൾ, നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവം കൃപ ചൊരിയും. ഉദാഹരണത്തിന് സങ്കീർത്തനം 136. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവോ? എന്താ സങ്കീർത്തനം 136? ജ്ഞാനത്തിൻ്റെ കൃപയൊഴുകുന്ന ഒരു വചനമാണിത്. സങ്കീർത്തനം 136 മുഴുവൻ അവിടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറയാമോ? കർത്താവിൻ്റെ കാരുണ്യം, എല്ലാവരും ചേർന്ന് പറ. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അപ്പോൾ നമ്മൾ ശേഷം എന്ത് പറയണം? കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നിങ്ങൾ കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് പറയണം. ഞാനപ്പോൾ വചനം പറയും. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ. ഉച്ചസ്വരത്തിൽ പറ, നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ. നീ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. നീ അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു.
രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുന്ന് നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുത്തു. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം. ഇപ്പം ഞാൻ ഈ വചനം പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞോ, അതായത് ആർക്കെങ്കിലും ജ്ഞാനത്തിൻ്റെ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം പറഞ്ഞ് ക്രൂശിതനായ ഈശോയുടെ അടുത്തിരിക്കണം. ക്രൂശിതനായ ഈശോയുടെ അടുത്തിരുന്ന് ഈ വചനം ആവർത്തിച്ച് നിങ്ങൾ ഉരുവിടണം. ഏത് വചനം? സങ്കീർത്തനം 136. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനോട് പലതും നമുക്ക് ചേർക്കാം അല്ലേ? നമ്മുടെ ജീവിതത്തിലുണ്ടായ കഷ്ടതകൾ, നന്മകൾ, ദുരിതങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, തകർച്ചകൾ, ഇന്ന് നമുക്ക് ആവശ്യമുള്ള മേഖലകൾ, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, ഇവരെയെല്ലാം നമുക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് ഏറ്റുപറയണം. ഉദാഹരണം, കർത്താവ് എനിക്ക് രോഗം തന്നു, നമ്മൾ എന്തു പറയണം? അവിടുത്തെ കാരുണ്യം അനന്തമാണ്. എനിക്കൊരു ഭവനമില്ല, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. എൻ്റെ മക്കൾ പഠിക്കാൻ പുറകോട്ടാണ്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. എനിക്ക് വിശ്വാസക്കുറവുണ്ട്, എന്തു പറയണം? കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. എനിക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതി പാടും, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഞാനെന്നൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം എന്താണോ അത് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ദൈവത്തെ കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ കൃപ കിട്ടും. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് 22 വർഷം, ഒത്തിരി ഉദാഹരണമുണ്ട്, ഒരെണ്ണം പറയുക. 22 വർഷം വാടക വീട്ടിൽ താമസിച്ച ഒരു കുടുംബം, 4 മക്കൾ, അപ്പൻ അമ്മ. അപ്പോൾ അപ്പൻ മരിച്ചു. 17 വർഷമായപ്പോൾ അപ്പൻ മരിച്ചു. ഇനി ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം. ഈ അപ്പനാണ് ഓരോ വർഷവും ഈ വീട് മാറി 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 സാധനങ്ങൾ ചുമന്നു കൊണ്ടുപോയി അടുത്ത വീട്ടിലാക്കുന്നത്. അത് കഴിഞ്ഞ് 24 വർഷമായില്ലേ, 17 വർഷം കഴിഞ്ഞ് എത്രയും കൂടെ ആയി, 4, 3, 7 വർഷം ഇവർ തന്നെ കൊണ്ടുപോവുക. അവ സഖി കേട്ട അവരിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ ദുഃഖിച്ചിരിക്കുന്നു, വീടില്ല, വാടക വീട്, പക്ഷേ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതോർത്ത് സങ്കീർത്തനം 136. എന്നിട്ട് നിങ്ങൾ ഈ സങ്കീർത്തനം വായിച്ചിട്ട് ഇതുപോലെ ഇത്രയും വരികളുള്ള ഒരു സങ്കീർത്തനം നിങ്ങൾ എഴുതണം. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. അവർ പെട്ടെന്ന് എഴുതുകയല്ല, അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി. ഇവിടെ മുകളിലത്തെ ദീപികാരനി ചാപ്പലിരുന്ന് ഇവർ പറയാൻ തുടങ്ങി. അതായത് 17 വർഷം എൻ്റെ മക്കൾ പറയുക, 17 വർഷം എൻ്റെ അപ്പൻ പല വീടുകളിലായി. ഞങ്ങളുടെ വീട്ടിലെ വാടക വീട്ടിലേക്ക്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ തലയിൽ വെച്ച് ചുമന്നു. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഞങ്ങളുടെ അപ്പൻ നല്ല മനുഷ്യനായിരുന്നു, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഒരു നല്ല ഭവനം കണ്ടിട്ട് മരിക്കാനായിരുന്നു അപ്പൻ ആഗ്രഹിച്ചത്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമില്ല, കർത്താവിൻ്റെ ഇവരിങ്ങനെ പറയാൻ തുടങ്ങി. പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നീണ്ട അടുത്തൊരു 136 സങ്കീർത്തനം ഇവരെഴുതി. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് കിട്ടും. അപ്പോൾ ഇവർ പറഞ്ഞു, സിസ്റ്റർ സ്ഥലമില്ല, 2 സെൻറ്റ് സ്ഥലമുണ്ട്, വീട് പണിയാം, പിന്നെ എങ്ങനെ സാധിക്കും? അപ്പോൾ ഇവർ പറയുകയാണ്, സംഭവം ഉണ്ടായത് എന്താണ്? ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 33 ദിവസം ഇവരുടേതായ രീതിയിൽ
136 സങ്കീർത്തനം അവർ വേറൊരു രീതിയിൽ ഉണ്ടാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. 136 ദിവസത്തിൽ ഒരു മനുഷ്യൻ ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വീടില്ല, നിങ്ങൾക്ക് സ്ഥലമില്ല, എന്ന 1 ഏക്കർ സ്ഥലം ഞാൻ തരാം. പറഞ്ഞേ കർത്താവിൻ്റെ കാരുണ്യം. അയ്യോ, ഇത്രേ സ്വരേ ഉള്ളൂ. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഇനി എങ്ങനെ ഈ സ്ഥലം കിട്ടിയത്? 15 ഏക്കർ സ്ഥലം 20 വർഷം മുമ്പ് കേസ് കളിച്ച്, സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ കേസ് കളിച്ച് ഇവർക്ക് എന്തെന്നേക്കുമായി അത് നഷ്ടപ്പെട്ടു എന്നിവർ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗവൺമെൻറ് ആ സ്ഥലത്തിൻ്റെ മേഖലയെല്ലാം കണക്കെടുത്തപ്പോൾ ഇവർക്ക് അനുകൂലമായി വിധി വന്നു. അങ്ങനെ വിധി വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരങ്ങൾ നമ്മുടെ അടുക്കൽ വന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇവർക്കും കൊടുക്കും 1 ഏക്കർ സ്ഥലം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറഞ്ഞു. അവർ 1 ഏക്കർ സ്ഥലം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ അത് പകുതി 1/2 ഏക്കർ സ്ഥലം വിറ്റ് ഒരു വീട് പണിയാനുള്ള പൈസ ഉണ്ടാക്കി. ആ 1/2 ഏക്കർ സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് അവർ അവിടെ വീട് പണിതു. ഒരു 6-7 മാസത്തിനുള്ളിൽ ഒരു പുതിയ വീട്, പുതിയ സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ കാരുണ്യം അനന്തം. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ജ്ഞാനം കിട്ടാൻ പ്രാർത്ഥിക്കണം. ജ്ഞാനം കർത്താവിനോട് നിലവിളിച്ച് ചോദിച്ചാൽ കർത്താവ് തന്നിരിക്കും. നമുക്ക് വേറെ ഒന്നും വേണ്ട. സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്, അല്ലേ? വെള്ളിയേക്കാൾ വിലയുള്ളതാണ്, മറ്റ് രത്നങ്ങളേക്കാൾ വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ് ഈശോയുടെ ജ്ഞാനം. ജ്ഞാനം ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവജ്ഞാനിയാണ്. ജ്ഞാനം ദൈവമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയാണ്, ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്നേഹമാണെന്ന് ആധികാരികതയോടെ പഠിപ്പിച്ചവൻ, ദൈവത്തോടു കൂടെ ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം തന്നെ ആ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ്? ജ്ഞാനമാണ്. ദൈവജ്ഞാനമാണ്. പിതാവായ ദൈവം ജ്ഞാനമാണ്. പുത്രനായ ഈശോ ജ്ഞാനമാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനമാണ്. ത്രിയേക ദൈവം ജ്ഞാനമാണ്. ഈ ജ്ഞാനം ദൈവമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അടുത്തിരുന്ന്, ത്രിയേക ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളിലേക്ക് എല്ലാവരിലേക്കും ഈ കൃപ ചൊരിയും. ജ്ഞാനത്തിൽ വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുത്ത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ദൈവം നിറഞ്ഞു, പരിശുദ്ധാൽ നമ്മുടെ മനസ്സിൽ, ആത്മാവിൽ അതായത് ജ്ഞാനം നിറയും, നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം നിറയും. നമ്മൾ ജ്ഞാനത്തിൻ്റെ വ്യക്തിയായിട്ട് മാറും. അതായത് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ് ജ്ഞാനമുള്ള വ്യക്തികൾ. അതുകൊണ്ട് അവിടെ പരാതിയില്ല, ആപലാതിയില്ല, പെറുപിറുപ്പില്ല, വഴക്കില്ല, കലഹമില്ല, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം ഉണ്ട്, ദാനങ്ങളുണ്ട്, വരങ്ങളുണ്ട്, വചനം വായിക്കാനുള്ള കൃപ ലഭിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നമുക്ക് സാധിച്ചു തരും. അവകാശപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരും. ചാടി എഴുന്നേക്കാം, ചാടി എഴുന്നേക്ക്. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം, ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. ജ്ഞാനം തരാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ പോവുകയാണ്. നമ്മൾ അപ്പനോടാണ് ചോദിക്കുന്നത്, അവകാശപ്പെട്ട് ചോദിക്കണം. എൻ്റെ സ്വർഗീയ അപ്പൻ എൻ്റെ സ്വർഗീയ പിതാവാണ്. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൻ്റെ പുത്രന്മാരാണ്. പൗരത്വം, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ ദൈവത്തോട് അവകാശപ്പെട്ട് ചോദിക്കുമ്പോൾ അവിടെ ത്രിയേക ദൈവം എനിക്ക് വേണ്ടി വാദിക്കും. ത്രിയേക ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അവകാശപ്പെട്ട് ചോദിക്കുക, കർത്താവേ, എനിക്ക് ഇന്ന മേഖലയിൽ കർത്താവ് അനുഗ്രഹം തന്നു. ഈശോ അനുഗ്രഹം തന്നതുകൊണ്ടാണ്, ആരോഗ്യം തന്നതുകൊണ്ടാണ്, കഴിവ് നൽകിയത് കൊണ്ടാണ്, എന്നെ പേരെടുത്ത് വിളിച്ചത് കൊണ്ടാണ്, ഈശോ ആകർഷിച്ചത് കൊണ്ടാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരികയില്ല. പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത്, ഈ പ്രതികൂലമായ കാലാവസ്ഥയുള്ള ഈ സമയത്തും ഈ ഭവനത്തിൽ വന്ന് വചനം കേൾക്കാൻ എനിക്ക് കൃപ ലഭിച്ചത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, എല്ലാവരിലേക്കും എന്നിലേക്ക് ദൈവത്തിൻ്റെ അമാനുഷിക ശക്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തന ശക്തി വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിച്ചോളുക, കൃപ ചോദിച്ചോളുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചോദിക്കുക. നിലയ്ക്ക് ശക്തിയോടെ വിളിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തി, സൗഖ്യം നൽകുന്ന ശക്തി, എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്വരമുയർത്തി വിളിച്ച്
കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ. ജ്ഞാനത്തിന്റെ മകന് മകളുമായുള്ള അഭിഷേകം നൽകണമേ, വിശ്വാസത്തിന്റെ കൃപ നൽകണമേ ഈശോയെ. ഇന്ന് ഞാൻ ഏത് മേഖലയിലാണ് ഭാരപ്പെട്ട് കണ്ണുനീരോടെ ഈശോയുടെ മുമ്പ് നിലവിളിക്കുന്നത്, ആ അഭിഷേകം എനിക്ക് നൽകണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അഭിഷേക ദർശനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ അന്ധയാചകൻ വിളിച്ച് ചോദിച്ചില്ലേ, കർത്താവിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ. അതുപോലെ വിളിച്ച് നിലവിളികൾ ഉയരട്ടെ. യേശുവേ, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, മദ്യപാന ആസക്തിയിലേക്ക്, പാപം ചെയ്യുന്ന സ്വഭാവത്തിലേക്ക്, വഴക്കുണ്ടാകുന്ന കലഹ സ്വഭാവത്തിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. സന്തോഷം, ആനന്ദം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ബലമില്ലാത്ത കൈകാലുകളെ ബലപ്പെടുത്താൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിരന്തരം വചനം വായിക്കാനുള്ള അഭിഷേകം ചോദിക്കുക. മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസം മുഴുവനും ഈശോയുടെ ശാന്തിയിലും സമാധാനത്തിലും ദൈവിക മഹത്വത്തിലും സാന്നിധ്യത്തിലും ജീവിക്കാനുള്ള അഭിഷേകം ചോദിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടി ഉച്ചസ്വരത്തിൽ വിളിച്ച് ഈശോയേ, സ്വരമയർത്തി ശക്തിയോടെ സ്വരമയർത്തി ശക്തിയോടെ വിളിച്ച് യേശുവേ, അനുഗ്രഹം നിറയട്ടെ, കൃപകൾ നിറയട്ടെ. നാഥ പ്രാർത്ഥിക്കുന്നു, നാഥ പ്രാർത്ഥിക്കുന്നു. അനേകരിലേക്ക് അത്യുന്നത ശക്തി ആവരിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിൽ ചെറുതും വലുതുമായ മുഴകളുള്ള വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട രോഗമേഖലയിലുള്ളവർ സുഖം പ്രാപിക്കുന്നു. കൈകാലുകൾ കൈ ഉയർത്താൻ ഷോൾഡർ പെയിന് വേദനയുള്ള മക്കളെ അനുഗ്രഹിക്കുന്നു. നടക്കുമ്പോൾ കാലിന് വേദനയുള്ള മക്കളെ ഈശോ സുഖപ്പെടുത്തുന്നു. ദൈവശക്തി ആവരിക്കുന്നു. ജ്ഞാനത്തിന്റെ കൃപ നൽകുന്നു. ജ്ഞാനിയാകാനുള്ള അഭിഷേകം തരുന്നു. വചനം വായിക്കുമ്പോൾ അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച തരുന്നു. ഈശോയെ ഉച്ചത്തിൽ വിളിക്കാനുള്ള അഭിഷേകം തരുന്നു. സ്വരമുയർത്തി സ്വരമുയർത്തി. പലതരത്തിലുള്ള അലർജി രോഗങ്ങൾ വിട്ടുമാറുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള രോഗം, ശരീരം മുഴുവൻ വേദന, അത് വിട്ടുപോകുന്നു. അലർജി രോഗം ചൊറിച്ചിൽ വിട്ടുമാറുന്നു. ഉച്ചസ്വരത്തിൽ സർവശക്തിയോടെ വിളിക്കട്ടെ. യേശുവേ